ഇവ കഴിഞ്ഞ ദിവസം നിങ്ങൾ കേട്ടില്ലേ, ഒരു പെൺകുട്ടി ഒരു ഉസ്താദുമായിട്ട് വിവാഹം ആലോചന നടന്നപ്പോൾ ആ കുട്ടി ആത്മഹത്യയിലേക്ക് പോയി. നഊദു ബില്ലാഹ്. അന്വേഷിച്ചു നോക്കുമ്പോൾ ആ വാർത്ത സത്യവിരുദ്ധമായ വാർത്തയാണ്. ഉസ്താദിനെ കിട്ടാത്തത് കൊണ്ടാണ് പോലും ആ രൂപത്തിൽ ചിന്തിച്ചത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ആലിമീങ്ങൾ ഇൽമു പഠിച്ചവർ, ഇന്ന് പ്രത്യേകിച്ചും മുതഅല്ലിമാകുന്നവർ 2 വിദ്യാഭ്യാസവും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും അവരുടേതായ പങ്ക് അവർ വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്ന് ആ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെയൊക്കെ ദർസുകളിൽ മക്കൾ മതപഠനത്തോടൊപ്പം ഭൗതിക പഠനം നടത്തുന്നു. ഡിഗ്രി കഴിയുന്നതോടൊപ്പം അവർ സർക്കാർ ഉദ്യോഗത്തിലേക്ക് വരെ എത്തിച്ചേരുന്ന അവസരങ്ങളാണ്. അള്ളാഹു നമ്മുടെ മക്കൾക്ക് നല്ല ഭാവി ജീവിതം പ്രദാനം ചെയ്യട്ടെ. ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന യുവതി യുവാക്കളോട് പറയുന്നു, ഒരു ഉസ്താദിനെ തന്റെ ജീവിത പങ്കാളിയായി ലഭിക്കുക എന്നത് ഏറ്റവും വലിയൊരു അവസരമാണ്. അത് നിങ്ങൾക്ക് കിട്ടുന്ന വലിയൊരു നിഅമത്താണ്. കാരണം എങ്ങനെ വൈവാഹികം, എങ്ങനെ ദാമ്പത്യം എന്നൊക്കെ ഇസ്ലാമികപരമായി ഉലമാ അഇമ്മത്ത് എഴുതി വെച്ച കിതാബുകൾ പഠിച്ചാൽ ആ കുട്ടിയുടെ ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യം അല്ലാഹു കൊടുക്കും, വലിയ ബറക്കത്ത് കൊടുക്കും. അതിൽ ഒന്നാമത്തതാണ് നല്ല വൃത്തിയുള്ള ഭർത്താവിനെ കിട്ടും, ആലിമിനെ ഭർത്താവായി കിട്ടിയാൽ. കാരണം എങ്ങനെ താടി വളർത്തണം, എങ്ങനെ മീശ വെട്ടണം, എങ്ങനെ നഖം വെട്ടണം, എങ്ങനെ കുളിക്കണം, എങ്ങനെ വൃത്തിയാകണം, എങ്ങനെ ഭാര്യയോട് പെരുമാറണം, എങ്ങനെ വീട്ടിൽ സൗകര്യങ്ങൾ ഒരുക്കണം, കിടപ്പുറയിൽ എങ്ങനെ ഭാര്യയും ഭർത്താവും അതെ ഒരുമിച്ച് കിടക്കണം എന്നെല്ലാ വിഷയങ്ങളിലും അഇമ്മത്ത് രേഖപ്പെടുത്തിയ ഇസ്ലാമിക ഫിഖ് നിർദ്ദേശിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങളും മാനങ്ങളും ഉൾക്കൊള്ളുന്നവരാണ് ആലിമീങ്ങൾ, ഉസ്താദുമാരെന്ന് പറഞ്ഞാൽ. ഇന്ന് ഇവിടെ ഇരിക്കുമ്പോ എന്റെ വാട്സപ്പിലേക്ക് ഒരു ചെറുപ്പക്കാരൻ വിളിക്കുന്നുണ്ട്, ഉസ്താദെ കല്യാണം കഴിഞ്ഞു, ഇന്ന് രാത്രിയിലാണ് വീട്ടിൽ കൂടുന്നത്. മംഗലാപുരത്ത് എന്താ പറയാ മോനെ, കുടി കൂടുന്നതാ അല്ലേ, കുടി കൂടുകയെന്നാ പറയാ. അപ്പൊ ഇന്ന് രാത്രി കുടി കൂടുകയാണ്. ഉസ്താദെ എനിക്ക് ഒരു ഐഡിയ ഇല്ല, അപ്പൊ ആദ്യ രാത്രി ഫസ്റ്റ് നൈറ്റ് എങ്ങനെയാകണം എന്നൊന്ന് പറഞ്ഞു തരുമോ? സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്നാൽ ഒരു ഉസ്താദാണെങ്കിൽ ആ ഉസ്താദിനറിയാം ഫസ്റ്റ് നൈറ്റ് എങ്ങനെ ആഘോഷിക്കണമെന്നും ഫസ്റ്റ് നൈറ്റ് എങ്ങനെ ഭാര്യയുമായി സമീപിക്കണമെന്നും. സിഫാഫിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. ഭർത്താവിന്റെ നേരെ പിറകിൽ നിന്ന് ഭാര്യയും ഭർത്താവും സിഫാഫിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. മണിയറയിലേക്ക് ആദ്യമായി കടക്കുമ്പോൾ ഭാര്യയുടെ തലയിൽ കൈവച്ച് ഭർത്താവ് ഒരു ദുആ നടത്തണം. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ എല്ലാ മേഖലകളിലും ഇസ്ലാമിന്റെ മാനമുണ്ട്, നിർദ്ദേശങ്ങളുണ്ട്. അതുകൊണ്ട് ചെറുപ്പക്കാരികളെ, നിങ്ങളുടെ ജീവിത പങ്കാളിയായ ഉസ്താദുമാരെ തെരഞ്ഞെടുക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഖൈറാത്ത് ബറക്കാത്ത് അത് മുഖേന ലഭിക്കും. എനിക്കറിയുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മക്കൾ. ആ പെൺകുട്ടികളൊക്കെ അവരുടെ നിർബന്ധം ഞങ്ങൾക്ക് ആലിമീങ്ങളെ കിട്ടണം, സഖാഫിമാരെ കിട്ടണം, സുൽത്താനുൽ ഉലമ ഉസ്താദിന്റെ ശിഷ്യന്മാരെ കിട്ടണമെന്ന്. അല്ലാഹു ആ മക്കൾക്കൊക്കെ അനുയോജ്യരായ ഭർത്താക്കന്മാരെ പ്രദാനം ചെയ്യട്ടെ. അതുകൊണ്ട് ആലിമീങ്ങളെ പുച്ഛത്തോടുകൂടി കാണേണ്ടതില്ല എന്നാണ് ഞാൻ പറഞ്ഞു വച്ചത്. സുബ്ഹാനല്ലാഹ്, ഒന്നുകൂടി ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ എന്റെ സംസാരം ഉപസംഹരിക്കുന്നു. എന്നോടൊരു ഉസ്താദ് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒരു ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, എന്റെ മോനോട് എനിക്ക് ഒരു കാര്യം തുറന്നു പറയാൻ കഴിയുന്നില്ല. കാരണം അവന് പ്രായപൂർത്തി എത്തിയിട്ടുണ്ട്, പക്ഷേ അവന് കുളിക്കാതെയാണ് പള്ളിയിൽ വരുന്നത്. പരിശുദ്ധ റമളാനിൽ പോലും അങ്ങനെയാണ് അവൻ പള്ളിയിൽ വന്നത്. ഉമ്മയായതുകൊണ്ട് മകനോട് ഉണർത്താൻ എനിക്കൊരു ശൈമ തോന്നുകയാണ്. ആ ഉസ്താദിനോട് ഉമ്മ പറയുകയാണ്, ആറാം ക്ലാസ്സിൽ നിന്ന് മദ്രസ പഠനം നിർത്തിപ്പോന്ന മോനാണ്.
ഇന്ദ്രിയം പുറപ്പെട്ടിട്ടുണ്ട്, ജനാപത്തുണ്ടായിട്ടുണ്ട്. പക്ഷെ ആ ജനാപത്തുണ്ടായാൽ ഫർളായ കുളി കുളിക്കണമെന്ന ബോധം ആ മോനില്ലാതെ പോയി. രക്ഷിതാക്കൾ അറിയണം, നമ്മുടെ മദ്രസയിൽ നമ്മുടെ മക്കൾ, ആൺമക്കൾ, പെൺമക്കൾ, ആ മക്കളെ നല്ലവണ്ണം പഠിപ്പിക്കാൻ നമ്മൾ ഉത്ബുദ്ധരാകണം. അല്ലാതിരുന്നാൽ നമ്മുടെ മക്കൾ പരലോകത്ത് നമുക്കെതിരെ അള്ളാഹുവിന്റെ മുമ്പിൽ സാക്ഷി പറയും. അള്ളാഹുവേ, ഇവർ വേണ്ട പോലെ മദ്രസയിൽ പഠിപ്പിക്കാത്തത് കൊണ്ടാണ് ഒരൊറ്റ വക്ത് നിസ്കാരവും ശരിയായ രീതിയിൽ നിർവഹിക്കാൻ എനിക്ക് കഴിയാതെ പോയത്. കാരണക്കാരൻ എന്റെ ബാപ്പയാണ്, കാരണക്കാരൻ എന്റെ ഉമ്മയാണ്. നമ്മുടെ നെഞ്ചത്ത് കയറി നിന്ന് നമ്മുടെ മക്കൾ നമുക്കെതിരെ സംസാരിക്കുന്ന രംഗം ചിന്തിക്കണേ രക്ഷിതാക്കളെ, ബാപ്പ ഉമ്മമാരെ. ചില രക്ഷിതാക്കളുണ്ട്, പെൺമക്കൾക്ക് പ്രായപൂർത്തിയെത്തിയാൽ പിന്നെ മദ്രസയിലേക്ക് അയക്കൂല. സുബ്ഹാനല്ലാഹ്, ഇതും എന്നോട് മദ്രസയിലെ ഉസ്താദ് പറഞ്ഞതാണ്. ഒരു രക്ഷിതാവ് വിളിച്ചു പറഞ്ഞു, മോള് ഇപ്പോൾ വരാത്തത് മോൾക്ക് പ്രായം തികഞ്ഞത് കൊണ്ടാണ്. ആര് പറഞ്ഞതാണ്? പ്രായം തികഞ്ഞാൽ മദ്രസയിൽ ഫർള് ഐനായ ഇൽമു പഠിപ്പിക്കേണ്ടതില്ല എന്ന്. ഉമ്മമാരെ, എങ്ങനെ കുളിക്കണം, എങ്ങനെ വുളു എടുക്കണം, എങ്ങനെ നിസ്കരിക്കണം എന്ന് നമ്മുടെ മക്കൾക്ക് പഠിക്കാനുള്ള സമയം അത് അല്പം വളർന്നതിന് ശേഷമല്ലേ? അതേ 6ാം ക്ലാസ്സും 7ാം ക്ലാസ്സും കഴിഞ്ഞാലല്ലേ നമ്മുടെ മക്കൾ ദീനിയായ ഫിഖ്ഹിന്റെ മസ്അലകൾ പഠിച്ചു തുടങ്ങുന്നത്. ആ സമയത്ത് മക്കളുടെ മദ്രസ പഠനം അവസാനിപ്പിച്ചാൽ നമ്മുടെ മക്കൾ ദീൻ അറിയാതെ പോകും, നമ്മുടെ മക്കൾ ഹറാമിൽ ജീവിച്ചു പോകും. അതുകൊണ്ട് പ്രത്യേകം മക്കളുടെ മദ്രസ പഠനത്തിൽ ബാപ്പ ഉമ്മമാര് ശ്രദ്ധിക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിയതാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, തലബുൽ ഇൽമി സഅ ഖൈറു മിൻ ഖിയാമിൽ ലൈൽ. മോനെ, 1 മണിക്കൂർ സമയം നീ ഇൽമു പഠിക്കുന്നത് രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ ഖൈറാണ് കേട്ടോ. വതലബുൽ ഇൽമി യൗമ, ഒരൊറ്റ ദിവസം നീ ഇൽമു സമ്പാദിക്കുന്നത് ഖൈറും മിൻ സിയാമി 3 അശ്ഹുരിൻ, 3 മാസം നോമ്പെടുക്കുന്നതിനേക്കാൾ മഹത്വമാണ് കേട്ടോ. ഇത്രയും വലിയ മഹാത്മ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിന് നൽകുന്നത്. ഇമാം തുർമിദി തങ്ങൾ ഉദ്ധരിച്ച ഹദീസ്, റിപ്പോർട്ട് ചെയ്ത ഹദീസ്, മൻ തലബൽ ഇൽമ കാന കഫാറത്തൻ ലിമാ മളാ. ഇൽമാരാണ് കേൾക്കാനും പഠിക്കാനും തയ്യാറാകുന്നത്. ഇൽമിന്റെ ക്ലാസുകളിൽ പങ്കെടുക്കുന്നവരാരോ അവരിൽ കഴിഞ്ഞുപോയ പാപങ്ങളെ അവര് പഠിക്കുന്ന ഇൽമു പൊറുപ്പിക്കുന്നതാണ്. ആയിഷത്തു തുഹ്റ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നു, മൻ ഇൻതഖല ലിയതഅല്ലമ ഇൽമൻ ഗുഫിറ ലഹു ഖബ്ല അൻ യഖ്തുവാ. ഇൽമു പഠിക്കാൻ ആരാണ് വീട്ടിൽ നിന്നിറങ്ങുന്നത്, ഓഫീസിൽ നിന്നിറങ്ങുന്നത്, ജോലി സ്ഥലത്ത് നിന്ന് പുറപ്പെടുന്നത്, എന്നാൽ അയാൾ ഇൽമിന്റെ മജ്ലിസിലേക്ക് പോകാൻ ഉദ്ദേശിച്ച് ആദ്യമായി എടുത്തു വെക്കുന്ന കാൽപാദമില്ലേ, ചവിട്ടില്ലേ, ആ സമയത്ത് തന്നെ അല്ലാഹു അവന്റെ ദോഷങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല 3 ഓപ്ഷൻ കൊടുത്തു. സുലൈമാൻ നബിയെ, നിങ്ങൾക്ക് സമ്പത്ത് തരാം, നിങ്ങൾക്ക് അധികാരം തരാം, നിങ്ങൾക്ക് വിജ്ഞാനം തരാം, 3ൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാം. ഫഖ്താറൽ ഇൽമ, സുലൈമാൻ നബി അലൈഹിസ്സലാം വിജ്ഞാനത്തെ തെരഞ്ഞെടുത്തു. ഫൗതിയൽ മിൽക വൽ മാല ലിഖ്തിയാരിഹിൽ ഇൽമ. വിജ്ഞാനത്തെ തെരഞ്ഞെടുത്തത് കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 3ഉം അങ്ങ് കൊടുത്തു. സമ്പത്ത് കൊടുത്തു, അധികാരം കൊടുത്തു, വിജ്ഞാനം കൊടുത്തു. ലോകം ഭരിച്ച ഭരണാധികാരിയായി നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. അതുകൊണ്ട് വിദ്യാർത്ഥികളോട്, സഹോദരീ സഹോദരന്മാരോട് പറയുന്നു, അറിവ് നേടാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത്.
ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്യുന്നു നബി ഉമാമ റളിയല്ലാഹു അൻഹു അയ്യുമാ നാശിഇൻ നശഅ ഫീ തലബിൽ ഇൽമി വൽ ഇബാദത്തി ഹത്താ യക്ബർ അഅതാഹു അല്ലാഹു യൗമൽ ഖിയാമത്തി സവാബ 72 സിദ്ദീഖാ 72 സിദ്ദീഖീങ്ങൾക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം ഖിയാമത്ത് നാളിൽ അല്ലാഹു കൊടുക്കുന്ന ഭാഗ്യവാൻ ആരാണെന്നറിയുമോ? ഇൽമിന്റെ പഠനത്തിലും ഇബാദത്തിലും വളർന്ന് വലുതായ മനുഷ്യനാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, ഇൽമു പഠിച്ച ആലിമീങ്ങൾ അംബിയാക്കളുടെ അനന്തരക്കാരാണ്. യുഹിബ്ബുഹും അഹ്ലുസ് സമാ, ആകാശലോകത്തുള്ളവർ ആലിമീങ്ങളെ പ്രിയം വെക്കുന്നു. വയസ്തഗ്ഫിറു ലഹുമുൽ ഹിതാനു ഫിൽ ബഹരി, സമുദ്രത്തിലുള്ള മത്സ്യങ്ങൾ ആലിമീങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുന്നു. ഇദാ മാതു ഇലാ യൗമിൽ ഖിയാമ, ആലിമീങ്ങൾ മരിച്ചാൽ ഖിയാമത്ത് നാൾ വരെ ആലിമീങ്ങൾക്ക് പൊറുക്കലിനെ ചോദിക്കുന്നു സമുദ്രത്തിലുള്ള മത്സ്യങ്ങളും ആകാശ ലോകത്തുള്ള മാലാകമാരും. അപ്പൊ ഇൽമു സമ്പാദിക്കുക എന്നത് വലിയ ഖൈറായ അമലാണ്. ആർക്കാണ് അല്ലാഹ് ഖൈർ ഉദ്ദേശിക്കുന്നത്? യുഫഖിഹു ഫിദ്ദീൻ, അയാൾക്ക് അല്ലാഹു ദീനിൽ ഫിഖ്ഹ് നൽകും, നല്ല അറിവ് കൊടുക്കും. നിസ്കാരം ഫസാദാകാതെ നിസ്കരിക്കാനുള്ള അറിവ് അല്ലാഹ് കൊടുക്കുന്നു. അത് അല്ലാഹ് ഖൈർ ഉദ്ദേശിച്ചവർക്കേ കൊടുക്കുള്ളൂ. മാ ഉബിദല്ലാഹു ബിശൈഇൻ അഫ്ളല മിനൽ ഫിഖ്ഹി ഫിദ്ദീൻ, ദീൻ പഠിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ഇബാദത്തും അല്ലാഹുവിന് നിർവഹിക്കുന്ന ഇബാദത്തുകളിൽ വേറെയില്ല. വല ഫഖീഹുൻ വാഹിദുൻ അശദ്ദു അല ശൈത്വാനി മിനൽ ഫിഅബിദീൻ, ഒരൊറ്റ ആലിമ്, ഒരൊറ്റ പണ്ഡിതൻ 1000 ആബിദീങ്ങളായ മഹാന്മാരെക്കാൾ പിശാചിന് പേടിയുള്ളവനാണ്. വലികുല്ലി ശൈഇൻ ഇമാദുൻ വഇമാദു ഹാദിദ്ദീനി അൽ ഫിഖ്ഹു, എല്ലാ വസ്തുവിനും ഒരു നെടുന്തൂണുണ്ട്. ദീനിന്റെ നെടുന്തൂൺ വിജ്ഞാനമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവസാനിപ്പിക്കുന്നു. റകഅതാനി മിൻ ആലിമിൻ, 2 റകഅത്ത് ഇൽമുള്ള മനുഷ്യൻ നിസ്കരിക്കുന്നത് അഫ്ളലു മിൻ 70 റകഅതൻ മിൻ ഗൈരി ആലിമിൻ, ഇൽമി ഇല്ലാതെ 70 റകഅത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ മഹത്വമുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല ഇൽമു പഠിക്കാനുള്ള അവസരം വരുന്നു. സമസ്തയുടെ സെന്റിനറിയുടെ ഭാഗമായി സുൽത്താനുൽ ഉലമാ ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ അവിടുത്തെ കരങ്ങളെ കൊണ്ട് അവിടുന്ന് എഴുതിയ, അവിടുന്ന് രചിച്ച കിതാബ് 31 അധ്യായം, അതിൽ 30 അധ്യായവും നമ്മുടെ നാട്ടിൽ വെച്ച് ഇൻഷാ അല്ലാഹ് നമ്മുടെ നാട്ടുദർസിൽ പാരായണം നടത്തുന്നു, ക്ലാസ് എടുക്കുന്നു. ആ ദർസിൽ നമ്മളെല്ലാവരും സംബന്ധിക്കുന്നു. 31ാമത്തെ അധ്യായം നമുക്ക് ഓതിത്തരുന്നത് മലപ്പുറം വാദി ഹറമൈനിൽ നിന്നാണ്. ആ കിതാബിന്റെ രചയിതാവാണ്, ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയാണ്, നമ്മുടെ നേതൃത്വമാകുന്ന സുൽത്താനുൽ ഉലമാ ശൈഖുന കാന്തപുരം ഉസ്താദാണ്. അല്ലാഹുവേ, അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഒരു ക്ഷീണവും തളർച്ചയും നീ കൊടുക്കരുതേ അല്ലാഹ്. സുൽത്താനുൽ ഉലമാ ഉസ്താദിന്റെ ശിഷ്യന്മാരാവുകയാണ് നമ്മുടെ പ്രാസ്ഥാനിക കുടുംബത്തിൽ മെമ്പർഷിപ്പ് എടുത്ത മുഴുവൻ പ്രവർത്തകന്മാരും. ഉസ്താദ് അവർകളെയും നീ ഉലമായിനെയും അതേ അനുഭാവപൂർവം കാണുന്ന മുഴുവൻ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും കാന്തപുരം ഉസ്താദിന്റെ ശിഷ്യത്വം സ്വീകരിക്കുക എന്നത് അത് വലിയ അവസരമല്ലേ, വലിയ തൗഫീഖല്ലേ. ബഹ്റുൽ ഉലൂം ഒക്കെ ഉസ്താദിനെ പോലെയുള്ള വലിയ ആലിമീങ്ങളിൽ നിന്ന് ഇൽമു പഠിച്ച കാന്തപുരം ഉസ്താദ്, വലിയ മശായിഖന്മാരിൽ നിന്ന് ആത്മീയമായ വലിയ സ്ഥാനമാനങ്ങൾ നേടിയെടുത്ത സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ്
ആ ഉസ്താദിന്റെ ശിഷ്യനാവാൻ നമുക്കെല്ലാവർക്കും സമസ്തയുടെ 100ാം വാർഷികത്തിന്റെ ഭാഗമായി അവസരം ലഭിക്കുകയാണ്. ആ അവസരം നിങ്ങൾ എല്ലാവരും കൃത്യമായി ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും നേരം ഇൽമിന്റെ പ്രാധാന്യത്തെ കുറിച്ച് സംസാരിച്ചത്. പുരുഷന്മാർക്ക് മാത്രമല്ല, നമ്മുടെ സഹോദരിമാർക്കും 30 അധ്യായങ്ങൾ നമ്മുടെ ഈ സ്ഥാപനത്തിൽ വെച്ച് ആഴ്ചയിൽ ഒരിക്കൽ ദർസ് നടക്കും. 1 മണിക്കൂർ സമയം നിങ്ങളെല്ലാവരും ആ ദർസിൽ സമയത്ത് വരികയും കൃത്യസമയത്ത് തന്നെ സമാപിക്കുന്നത് വരെ പങ്കെടുക്കുകയും ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 19ാം തീയതിയാണ് നമ്മുടെ ദർസ് ഇവിടെ ആരംഭം കുറിക്കുന്നത്. കാന്തപുരം ഉസ്താദിന്റെ ശിഷ്യത്വം ആഗ്രഹമുള്ള ആരെല്ലാം നമ്മുടെ നാട്ടിലുണ്ടോ, ഇൻഷാ അല്ലാഹ് ആ സബക്കിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം. ഒരു ആലിമിനോട് വലിയൊരു ബന്ധം സ്ഥാപിച്ചാൽ നമുക്ക് ആഖിറത്തിൽ അത് വലിയ അവസരമായി വരും. നമ്മുടെ കൈപിടിക്കാൻ ആലിമീങ്ങൾ വേണ്ടേ, ശൈഖന്മാര് വേണ്ടേ, ഉസ്താദുമാര് വേണ്ടേ? ബഹുമാനപ്പെട്ട ഇമാം ദൈലമി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് നിവേദനം, ഇദജ്തമഅൽ ആലിമു വൽ ആബിദു അലസ്സിറാത്ത്, ഒരു ആലിമും ഒരു ആബിദും നാളെ സിറാത്ത് പാലത്തിങ്കലിൽ ഒരുമിച്ച് കൂടുന്നു. ഖീല ലിൽ ആബിദി, ഇബാദത്ത് ചെയ്ത മഹാനോട് പറയപ്പെടുന്നു, ഉദ്ഖുലിൽ ജന്ന, നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് കടന്നോളൂ. വതനഅം ബിഇബാദതി, നിങ്ങൾ ദുനിയാവിൽ ചെയ്ത ഇബാദത്തുകളുമായി നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് പോയിക്കോ. വഖീല ലിൽ ആലിമി, എന്നാൽ ആലിമിനോട് പറയപ്പെടും, ഖിഫ് ഹുനാ, നിങ്ങൾ ഇവിടെ നിൽക്കണം. ഫശ്ഫഅ ലിമൻ അഹ്ബബ്ത, നിങ്ങളെ പ്രിയം വെച്ച് നിങ്ങൾ എഴുതിയ കിതാബ് ദർസ് നടക്കുമ്പോ ആ ദർസിൽ പങ്കെടുത്ത മുഅ്മിനീങ്ങളില്ലേ, മുഅ്മിനാത്തുകളില്ലേ, ഇൽമിന്റെ വിഷയത്തിൽ നിങ്ങളെ സ്നേഹിച്ചവരില്ലേ, നിങ്ങളുടെ നേതൃത്വം അംഗീകരിച്ചവരില്ലേ, നിങ്ങളെ മുഹബ്ബീങ്ങളെയെല്ലാം നിങ്ങൾ ഇവിടെ നിന്ന് ശഫാഅത്ത് ചെയ്തോ. فإنك لا تشفع لأحد إلا شفعت, നിങ്ങൾ ആർക്കൊക്കെ വേണ്ടി ശഫാഅത്ത് ചെയ്യുന്നുവോ നിങ്ങളെ ശഫാഅത്ത് അല്ലാഹ് സ്വീകരിക്കുന്നതാണ്. ഫഖാമ മഖാമൽ അംബിയാഇ, ശഫാഅത്തിന് അധികാരമുള്ള അംബിയാക്കന്മാരുടെ സ്ഥാനത്ത് സുബ്ഹാനല്ലാഹ് ആലിമീങ്ങളിൽ നിന്ന് അവരെ മുഹബ്ബീങ്ങളെ ശഫാഅത്ത് ചെയ്ത് രക്ഷപ്പെടുത്തുമെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവ്വലു മൻ യശ്ഫഉ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആദ്യമായി ശഫാഅത്ത് ചെയ്യുന്ന വിഭാഗം അൽ അംബിയാ, അംബിയാക്കളാണ്. സുമ്മൽ ഉലമാ, രണ്ടാമത്തെ ഒരു വിഭാഗമുണ്ട്, റെക്കമെൻഡേഷൻ അധികാരമുള്ളവർ, അവർ ആലിമീങ്ങളാണ്. മൂന്നാമത്തെ വിഭാഗം സുമ്മ ശുഹദാ, ശുഹദാക്കളാണ്. ഈ പ്രഭാഷണം കേൾക്കുന്ന എല്ലാ ഉമ്മബങ്ങന്മാരും എല്ലാ മാന്യ സഹോദരങ്ങളും സുൽത്താനുൽ ഉലമയുടെ അൽ വജീസ് എന്ന കിതാബ് ദർസ് നടക്കുമ്പോൾ ഒരൊറ്റ ക്ലാസും മിസ്സാക്കരുത് എന്ന് പ്രത്യേകം ഞാൻ വളരെ സ്നേഹത്തോടുകൂടി നിങ്ങളെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശൈഖുനാന്റെ ഒരു ശിഷ്യത്വം സ്വീകരിക്കാൻ, ഈ നാട്ടുദർസിൽ സ്ഥിരമായി സംബന്ധിക്കാൻ നമുക്ക് നല്ല ആരോഗ്യവും ആയുസ്സും തൗഫീഖും പ്രദാനം ചെയ്യുമാറാകട്ടെ.